മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തിയ ബറോസിന്റെ ആദ്യ ഷോ പുരോഗമിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ സിനിമയ്ക്ക് എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ള ചോദ്യമാണ്. സിനിമ ഇതിനോടകം തന്നെ നമ്മൾ ഏറെയും കേട്ടിരിക്കുന്നു. പ്രിവ്യൂ ഷോകളിൽ മികച്ച രീതിയിലുള്ള റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക കൂടെ ചെയ്യുകയാണ്. ബറോസിന്റെ ആദ്യ പ്രദർശനം തുടങ്ങിയപ്പോൾ തന്നെ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്കും കാര്യങ്ങളും അനുഭവപ്പെട്ടു. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ റിവ്യൂവുമായിട്ട് നമ്മൾ വരുമ്പോൾ സിനിമയ്ക്ക് ആദ്യം വരുന്ന അഭിപ്രായം വേറെ ഒന്നുമല്ല, വിഷ്വൽ ക്വാളിറ്റി, വിഷ്വൽ ട്രീറ്റ് എന്നുള്ള ലെവലിൽ തന്നെയാണ്. മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്ന ഈ ഒരു ചിത്രം അടിപൊളി ആയി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫ് മികച്ച തന്നെ നിൽക്കുന്നു. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ അടിയിടി പടം കണ്ട ലെവലിൽ വരരുത്, അല്ലെങ്കിൽ ഒരു ചോര ഒഴുകുന്ന സിനിമയുടെ ലെവലിൽ കാണരുത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് എന്നുള്ളത് ഏത് മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. പക്ക 3Dയിൽ വരുന്നു. ഒരു കുട്ടിയും ഭൂതവുമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതിഗംഭീരമായിട്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം നടന്നിരിക്കുന്നത്. ഇത്ര എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു മൂവി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. മോഹൻലാലിൻ്റെ ആദ്യ സംവിധാനം അതിഗംഭീരമായിരിക്കുന്നു. സിനിമയുടെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് വിഷ്വൽ ക്വാളിറ്റി തന്നെയാണ്. 3D ചെയ്തിരിക്കുന്നത് അതിഗംഭീരമാണ്. BGM സൂപ്പറാണ്. അതേപോലെ തന്നെ സിനിമയുടെ ടോട്ടലി ഉള്ള ആ ഒരു പെർഫോമൻസ് ഫസ്റ്റ് ഹാഫ് മികച്ചു തന്നെ നിൽക്കുന്നു. ഒരു നിമിഷം പോലും ബോറടിക്കാതെ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. കണ്ണ് ഇമച്ചിമ്മാതെ കാണുന്ന ലെവലിലുള്ള ഒരു സിനിമ എന്ന് തന്നെയാണ് ഫസ്റ്റ് ഹാഫിനെ വിലയിരുത്താനുമുള്ളത്. കുട്ടികളുടെ മനസ്സോട് കാണുക, കുട്ടികൾക്ക് വേണ്ടി കാണുക എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്നു. അല്ലാണ്ട് വലിയ രീതിയിൽ വന്നിട്ട് അതാണോ ഇതാണോ എന്ന് ചോദിച്ചു വരുന്നവർക്ക് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല സിനിമ എന്നുള്ളതാണ്. ഒരിടത്ത് പോലും സിനിമയ്ക്ക് ബോറിംഗ് ഇല്ല. മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മോഹൻലാലിന് പുറമേയുള്ള എല്ലാ നടന്മാരും മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു. ഇതിലും ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് ആ പെൺകുട്ടിയുടെ അഭിനയം തന്നെയാണ്. അതേപോലെ അനിമേഷൻ ക്യാരക്ടർ ഒന്നാന്തരമായിരിക്കുന്നു. തുടക്കം മുതൽ മോഹൻലാൽ പറഞ്ഞിരുന്നു ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, അത് മനോഹരമായിരിക്കുന്നു, അതിഗംഭീരമായിരിക്കുന്നു എന്നുള്ള വൂഡോ എന്നുള്ള ആ ഒരു ക്യാരക്ടർ അതിഗംഭീരമാണ്. എന്തായാലും കുട്ടികളുടെ കുത്തൊഴുക്ക് തന്നെയായിരിക്കും തിയേറ്ററുകളിലേക്ക് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ഒരു ക്രിസ്മസ് കാലത്ത് മികച്ചു തന്നെ നിൽക്കുകയാണ്. ഇനിയും സിനിമയുടെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ സംഭാഷണത്തിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. അത് മാത്രം വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മികച്ചു തന്നെ നിൽക്കുന്നു. ഇൻ്റർവെൽ പഞ്ചിനോട് അടുത്തുള്ള കാര്യങ്ങൾ, ഈ സിനിമയ്ക്ക് ഇൻ്റർവെൽ പഞ്ചും കാര്യങ്ങളുമൊന്നുമല്ല, ഇൻ്റർവെലിനോട് അടുക്കുമ്പോൾ പോലും സിനിമയ്ക്ക് മികവാണ്. സെക്കൻഡ് ഹാഫിലേക്ക് നമ്മളെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു ഫാൻറ്റസി ത്രില്ലർ ആണെന്നുള്ള കാര്യം മറക്കണ്ട. ലാലേട്ടൻ്റെ ലുക്ക് ആണ് ഏറ്റവും ആകർഷിച്ചത്. അതായത് ആ ഒരു ഭൂതത്തിൻ്റെ ലുക്ക് ഭീകരം, ഗംഭീരം, സൂപ്പർ എന്നാണ് ഏത് കുട്ടിയെയും ആകർഷിക്കുന്ന ലെവലിലുള്ള ആ ഒരു മനോഹാരിത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനുള്ളത്. എന്തായാലും സെക്കൻഡ് ഹാഫിന് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും ഫസ്റ്റ് ഹാഫ് മികച്ച് തന്നെ നിൽക്കുന്നു, നല്ല സൂപ്പർ ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇനിയും സെക്കൻഡ് ഹാഫ് ഇതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ അതിഗംഭീരമാകുമെന്നുള്ളതാണ്. പൂർണ്ണമായും കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ള ചിത്രമാണ്. ആരാധകനാണേലും എതിരാളിയാണേലും കാണേണ്ട കണ്ണ് അതോടെ ആയിരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു, ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഗ്രേറ്റ് മീഡിയാസ്.